മൺസൂണാണ്, നല്ല മഴക്കാലമാണ്. അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും എന്ത് പോയി ചാടല്ലേ. അപ്പം ഞാനിന്ന് നല്ലൊരു വെള്ളച്ചാട്ടം നിങ്ങളുടെ ഫ്രണ്ടിൽ കാണിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും, മനോഹരമായിരിക്കും, മനസ്സിന് കുറച്ച് സമാധാനമുള്ള വീഡിയോ ആയിരിക്കും. നാട്ടിലെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഇത് വരുന്നത്. അപ്പം നമുക്ക് ആ വെള്ളച്ചാട്ടം പോയി കാണാം. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ശംഭുവിൻ്റെ വണ്ടിയാണ്. നമ്മൾ ശംഭുവിൻ്റെ വണ്ടിക്കാണ് പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 3 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ ശംഭുവാണ് ഡ്രൈവർ. ഓക്കെ, നമ്മോടൊപ്പം ഉച്ചയുണ്ട്.
മനോഹരം എന്നല്ല, അതിമനോഹരം എന്ന് പറയാം. കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ കിട്ടുമോ ഗൈസ്. പിന്നെ ഇത് നല്ല വെള്ളമാണ് ഗൈസ്. അത് നമ്മുടെ ഒത്തിരി കെമിക്കലോ അതോ മലിനീകരണം ഒന്നും ഇല്ലാത്ത നല്ല കാട്ടിൽ നിന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളമാണ്. അത് മാത്രമല്ല ഇത് കണ്ട് ഇവിടെ അങ്ങനത്തെ വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ഇല്ല. നമുക്കിവിടെ സുന്ദരമായിട്ട് നല്ല സെറ്റായിട്ട് സേഫായിട്ട് കുളിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ ചാടിയത് കണ്ണ് കണ്ടു, വെള്ളം വീണ് കണ്ണ് വരച്ചാണ്. അത്രയ്ക്ക് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി ചാടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്ര നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് എന്തുകൊണ്ടോ ഞാൻ അവിടെ പോയില്ല. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇത് ഭയങ്കര സേഫുമാണ്. പിന്നെ ഈ മരവെള്ളപ്പാച്ചിലോ അങ്ങനെയൊന്നും വരത്തില്ല. അങ്ങനെ സേഫായിട്ടുള്ള വെള്ളച്ചാട്ടം. എന്നാൽ അപകടമൊന്നുമില്ല. പിന്നെ തെന്നി വീഴാതെ സൂക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ, വേറെ അപകടമൊന്നുമില്ല. പിന്നെ പിള്ളേരൊന്നും ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഒന്നും ചാടരുത്. പേരൻസുമായിട്ടൊക്കെ വരും, അല്ലെങ്കിൽ ചേട്ടന്മാരായിട്ടൊക്കെ വന്നിട്ട് അതിൽ കൂടുതലുള്ളവർ മാത്രമേ ചാടാവുള്ളൂ. ആ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഈ ലൊക്കേഷൻ ഇത് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പാറ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 14 മൈൽ, കറുകച്ചാലും 14 മൈൽ ഇടയ്ക്കുള്ള സ്ഥലമാണ് കാഞ്ഞിരപ്പാറ. ഈ കാഞ്ഞിരപ്പാറയിൽ എരുമത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാൽ മീൻകൊത്തിപ്പാറ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ശംഭുവിൻ്റെ ഡ്രൈവിങ്ങിനെ എല്ലാവരും ഒന്ന് റേറ്റിംഗ് 1 തൊട്ട് 10 വരെയുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്ട് ശംഭുവിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ഇട്ടതാണ്. അപ്പം ഇനി ഇതുപോലെ നല്ല വീഡിയോസായിട്ട് കാണും. ദിസ് ഇസ് മീ അഖിൽ, സൈനിങ് ഓഫ്.